അതിൻ്റെ ഏത് അന്വേഷണത്തിനും, ഏത് ശാസ്ത്രീയമായ അന്വേഷണത്തിനും സഹകരിക്കാൻ ഞാൻ തയ്യാറാണ്. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. കൊച്ചിയിൽ നിന്നും എബി തോമസ് ചേരുന്നുണ്ട്. എബി, നടനെതിരെ ഇത്തരത്തിലൊരു ലൈംഗിക ആരോപണം വന്നപ്പോൾ മണിക്കൂറുകൾക്കകം തന്നെ നടൻ പ്രതികരിച്ചു. മറ്റുള്ളവർക്കെതിരെ, അതായത് സിദ്ദിഖ്, മുകേഷ്, മണിയൻപിള്ള രാജു എന്നിവർക്കെതിരെ ഒരു ആരോപണം വന്നപ്പോൾ ഇവരൊന്നും ആദ്യം പ്രതികരണങ്ങളൊന്നും നൽകാൻ തയ്യാറായില്ല എന്നതും, എന്നാൽ നിവിനെ വെച്ച് നോക്കുമ്പോൾ നിവിൻ മണിക്കൂറുകൾക്കകം തന്നെ ഇതിലൊരു പ്രസ് മീറ്റ് വിളിക്കുകയും ഇതിലൊരു വിശദീകരണം നൽകുകയും ഉണ്ടായി എന്നതാണ് ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഈ വിഷയത്തിലെ ഏറ്റവും അല്ലെങ്കിൽ ശ്ലാഘനീയമായിട്ടുള്ള ഒരു തീരുമാനം ഇതിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ളതാണ്. ഇപ്പൊ നിലവിലൊരു സിനിമയുടെ ചിത്രീകരണം അദ്ദേഹം കൊച്ചിയിലുള്ള സമയത്താണ് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടാകുന്നതും ഇങ്ങനെ വീണ്ടും അദ്ദേഹത്തിന് വന്ന് പ്രതികരിക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ആദ്യ പ്രതികരണം, ആദ്യ വാചകത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാണ്. ഇത്തരത്തിൽ ഒരു തരത്തിലും എനിക്ക് ഈ പെൺകുട്ടിയെ അറിയില്ല, എനിക്ക് പരിചയമുള്ള ആളല്ല, മറിച്ച് ഏത് തരത്തിലുള്ള കേസും അല്ലെങ്കിൽ നിയമപരമായിട്ട് ഏതറ്റം വരെയും പോകാൻ താൻ തയ്യാറാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ നിലപാടായി തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. തുടർന്ന് അദ്ദേഹം പറഞ്ഞത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത് അത് ഒട്ടും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല, മറിച്ച് അത് ഇൻഡസ്ട്രിയെ തന്നെ തകർക്കുന്നതാണ്. നാളെ ഇത് ആർക്ക് വേണമെങ്കിലും വരാൻ കഴിയും. അതുകൊണ്ട് തന്നെ താൻ അതൊരു പോരാട്ടത്തിലേക്ക് താൻ ഇറങ്ങുകയാണ്. ആ ഒരു പോരാട്ടമാണ് താൻ നടത്താൻ പോകുന്നത് എന്നുള്ളതാണ് നിവിൻ വ്യക്തമാക്കിയതും. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു തന്റെ കുടുംബത്തിന്റെ പിന്തുണ എന്തായാലും തനിക്കുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതലായി ഇതിൽ ബാധിക്കുന്നത് കുടുംബങ്ങളെയാണ്. അതാണ് അദ്ദേഹം ആ കാര്യം ചൂണ്ടിക്കാണിച്ചത്. ഈ സംഭവം ഉണ്ടായി, ഈ വാർത്ത വന്നതിന് ശേഷമാണ് ഇതിനെക്കുറിച്ച് അറിയുന്നത്. ഈ വാർത്ത വന്നപ്പോൾ തന്നെ വീട്ടിൽ വിളിച്ചു, അമ്മയുമായി സംസാരിച്ചു. അമ്മ പറഞ്ഞത് ഇത്തരത്തിൽ ധൈര്യമായിട്ടിരിക്കും, കുടുംബം കൂടെയുണ്ട് എന്നുള്ളതാണ്. അത് തന്നെയാണ് തനിക്ക് ഏറ്റവും കരുത്തായി നിൽക്കുന്നത് എന്നുള്ള കാര്യം പറഞ്ഞു. ഒപ്പം തന്നെ ഈ സമാനമായ സംഭവം ചൂണ്ടിക്കാണിക്കൊണ്ട് തന്നെ നേരത്തെയും 1.5 മാസം മുമ്പ് ഊന്നുകല്ലിലെ പോലീസും നിവിൻ പോളിക്ക് ഒരു വിളി വന്നു. ആ കോളിന്റെ കാര്യം അദ്ദേഹം അത് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അന്ന് ഇത്തരത്തിലുള്ള ഒരു പരാതി അതായത് അന്ന് പക്ഷേ ഒരു മർദ്ദനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം ആ നിലയ്ക്കൊരു പരാതിയാണ് ഉണ്ടായിരുന്നത്. ആ സ്ത്രീ തന്നെയാണ് വീണ്ടും 1.5 മാസം കഴിഞ്ഞപ്പോൾ ഇത്തരത്തിലൊരു പീഡന പരാതിയുമായി രംഗത്ത് വരുന്നത് എന്നുള്ളതാണ്. നിലവിലൊരു സാഹചര്യം കൂടി കണക്കാക്കുമ്പോൾ അതിൽ അത് ആശങ്കയില്ല, മറിച്ച് അല്ലെങ്കിൽ അതിനെ ഭയപ്പെടുന്നില്ല, മറിച്ച് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഒട്ടും തന്നെ സമൂഹത്തിന് നല്ലതല്ല എന്നുള്ളൊരു നിലപാടാണ് തനിക്കുള്ളത് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഇത്തരത്തിൽ കഴിഞ്ഞ തവണയും ഈ സമാനമായിട്ടുള്ള രീതിയിൽ ഒരു പരാതി വന്നപ്പോൾ തന്നെ പോലീസിനും അത് ബോധ്യപ്പെട്ടിരുന്നു. കാരണം അവർ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ ശരിയായിരുന്നു. അവർ സൂചിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള രേഖകളൊന്നും തന്നെ ഹാജരാക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ പോലീസ് തന്നെ ആ കേസ് അത് നിലനിൽക്കില്ല എന്ന് കണ്ട് അത് ഒഴിവാക്കി വിടുന്ന നിലയാണ് ഉണ്ടായത്. അതിനുശേഷമാണ് ഇപ്പോൾ ഒരു പീഡന പരാതിയുമായി ഈ യുവതി രംഗത്ത് വന്നിരിക്കുന്നത്. ഒപ്പം തന്നെ നിവിൻ പറഞ്ഞിട്ടുള്ള കാര്യം നമ്മൾ ആവർത്തിച്ച് ചോദിക്കുന്നത് 6 പേരാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതിപട്ടികയിൽ ചേർക്കപ്പെട്ടിട്ടുള്ളത്. ഇതിൽ ആരെങ്കിലും എന്ന് ചോദിച്ചപ്പോൾ ഒരാളെ അറിയാം. അത് സിനിമയുമായി ബന്ധപ്പെട്ട സിനിമാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സാമ്പത്തികമായി ഇടപാടുകൾ നടത്തുന്ന ഒരാളാണ്. അയാളെ അത്തരത്തിൽ സാമ്പത്തിക ഇടപാടുകൾക്കല്ലാതെ മറ്റു തരത്തിലും അറിയില്ല എന്നുള്ളൊരു കാര്യം കൂടി നിവിൻ പറഞ്ഞു വെച്ചിരുന്നു. ഒപ്പം തന്നെ ദുബായിൽ ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള കൂടിക്കാഴ്ച പ്രൊഡ്യൂസർമാരുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെന്ന് ചോദിച്ചപ്പോൾ അത് ദുബായ് മാളിലാണ്. അന്ന് ആ പ്രൊഡ്യൂസറിന്റെ കുടുംബം ഉൾപ്പെടെയാണ് അന്ന് വന്നിരുന്നത് എന്നുള്ള കാര്യം കൂടി നിവിൻ ചൂണ്ടിക്കാണിച്ചിരുന്നു. ആ നിലയ്ക്ക് താൻ ഏതറ്റം വരെയും പോകും, തന്റെ ഭാഗത്ത് ന്യായമുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇത്തരത്തിലൊരു വാർത്താ സമ്മേളനം നടത്തിയിരിക്കുന്നത്. താൻ ഒളിച്ചോടില്ല, ഏത് സമയത്തും തനിക്ക് താൻ മാധ്യമങ്ങൾ തയ്യാറാണ് എന്നുള്ളൊരു കാര്യം കൂടി വ്യക്തമാക്കിക്കൊണ്ടാണ് നിവിൻ തന്റെ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത്. തീർച്ചയായും ഏത് അന്വേഷണത്തിനും ഏത് ശാസ്ത്രീയ പരിശോധനയ്ക്കും തയ്യാറാണ്. നിയമ നടപടിയുമായി ഇത്തരത്തിലൊരു ആരോപണം നടന്നതിന് പിന്നാലെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് നിവിൻ പോളിയുടെ പ്രതികരണം. വിവരങ്ങളാണ് എബി തോമസ് നൽകിയത്. ബംഗാളി നടിയുടെ പരാതിയിൽ എടുത്ത ലൈംഗിക പീഡന കേസിൽ മുൻകൂർ ജാമ്യം തേടി സംവിധായകൻ രഞ്ജിത്ത് ഹൈക്കോടതിയെ സമീപിച്ചു. സിനിമയിൽ അവസരം കിട്ടാത്തതിലെ നിരാശയിലാണ് നടിയുടെ പരാതി. ലൈംഗിക ഉദ്ദേശത്തോടെ പെരുമാറിയെന്ന പരാതിക്കാരിയുടെ ആരോപണത്തിൽ അവ്യക്തതയുണ്ടെന്ന്